ഇനി നാളെ ഈ പിള്ളേരൊക്കെ അല്ലെങ്കിൽ നമ്മുടെ പേരക്കിടാങ്ങളൊക്കെ ചരിത്രം പഠിക്കുമ്പോൾ ബാബറി മസ്ജിദ് എന്നുള്ള പേരുണ്ടാവില്ല. ഇപ്പം NCERTയുടെ സിലബസിൽ ബാബറി മസ്ജിദ് ഇല്ല. 3 താഴികക്കുടങ്ങളുണ്ടായിരുന്ന തർക്കമന്ദിരം എന്ന് മാത്രമേ ഉള്ളൂ, പേരില്ല. ബാബറി മസ്ജിദ് ഉള്ള പേരില്ല. നമ്മുടെ ചരിത്രമൊക്കെ തലകീഴെ മറിഞ്ഞു. ഇപ്പം ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പല സംവാദങ്ങളിലും ഏർപ്പെടുമ്പോൾ നമ്മളെ തുറച്ചു നോക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ വിദ്യാർത്ഥി എന്ന നിലയിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ 6 വർഷം പഠിച്ചതാണ്. അന്ന് ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ഏത് വിഷയത്തെക്കുറിച്ചും JNUവിൽ ഞങ്ങൾക്ക് ചർച്ച ചെയ്യാമായിരുന്നു, സംവാദത്തിലേർപ്പെടാമായിരുന്നു. അത് ലിബിയയെക്കുറിച്ചാണെങ്കിലും വേണ്ടില്ല, ജമ്മു കാശ്മീരിനെ കുറിച്ചാണെങ്കിലും വേണ്ടില്ല, ഉഗാണ്ടയെക്കുറിച്ചാണെങ്കിലും വേണ്ടില്ല, ഏത് രാജ്യത്തെക്കുറിച്ചും ഏത് വിഷയത്തെക്കുറിച്ചും ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ പറ്റുമായിരുന്നു. ഇന്ന് JNUവിൽ അങ്ങനെ ഒരു ചർച്ച നടന്നാൽ ഒരുപക്ഷെ നിങ്ങൾ ദേശദ്രോഹിയായി മുദ്രകുത്തപ്പെടും. ഇന്ന് JNUവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ വിദ്യാർത്ഥികൾ തീഹാർ ജയിലിലാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സാമൂഹിക അവസ്ഥ എത്ര കണ്ട് മാറുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇക്കാര്യം പ്രതിപാദിക്കുന്നത്.